സോളാർ തട്ടിപ്പ് കേസിൽ സരിതയ്ക്കെതിരെ ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. CC 1273/2017, 1274/2017, 1275/2017, 1276/2017 എന്നീ 4 കേസുകളിലാണ് ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് അനു ടി തോമസ് പ്രതിക്കെതിരെ വാറണ്ട് ഉത്തരവായിട്ടുള്ളത്. തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതിരുന്നതിനാലാണ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സമാനമായ ചില കേസുകളിൽ സരിതയെ കേരളത്തിലെ വിവിധ കോടതികൾ ശിക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കോയമ്പത്തൂരിലെ 2 കേസുകളിലും സരിത ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഉണ്ടായിരുന്ന CC 1300/2013 നമ്പർ കേസിൽ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട R. ജയകൃഷ്ണൻ സരിതയെ 3 വർഷം കഠിന തടവിനും 45 ലക്ഷം രൂപ പിഴയും ചുമത്തി ശിക്ഷിച്ചിരുന്നു. ഇതിനെതിരെ സരിത ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ 9/2018 കോടതി മുമ്പാകെ ഇപ്പോൾ നിലവിലുള്ളതാകുന്നു. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ CC 102/2014 നമ്പർ കേസിൽ സരിത ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അന്നത്തെ മജിസ്ട്രേറ്റ് ശ്രീമതി V. മഞ്ജു സരിതയെ 3 വർഷം കഠിന തടവിനും 10,000 രൂപ പിഴയും ചുമത്തി ശിക്ഷിച്ചിട്ടുള്ളതാകുന്നു. ഇതുപോലെ തന്നെ കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഉണ്ടായിരുന്ന CC 1357/2013 നമ്പർ കേസിൽ അന്നത്തെ മജിസ്ട്രേറ്റ് ശ്രീമതി KK നിമ്മി സരിതയെ 6 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴയും ചുമത്തി ശിക്ഷിച്ചിട്ടുള്ളതാകുന്നു. ആ കേസിൽ തുടർച്ചയായി ഹാജരാകാതെ വന്നതിനെ തുടർന്ന് സരിതയ്ക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുകയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ സരിതയെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുകയും കോടതി 5 ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാകും. തിരുവനന്തപുരത്ത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ CC 3140/2013 നമ്പറായിട്ട് 420 IPC പ്രകാരം കേസുണ്ടായിരുന്നു. ആ കേസിൽ 18/2/2019 സരിതയെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. എന്നാൽ തിരൂർ കോടതിയിൽ നിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഡ്രൈവിംഗ് ലൈസൻസ് വ്യാജമായി ചമച്ച് ഫോർജറി നടത്തി എന്നാരോപിച്ച് പോലീസ് ചാർജ് ചെയ്ത കേസിൽ തിരൂരിൽ CC 600/2016 നമ്പറായ കേസുണ്ടായിരുന്നു. അതിനകത്ത് കൂട്ടുപ്രതിയായ ബിജു രാധാകൃഷ്ണൻ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് സരിതയ്ക്കെതിരെയുള്ള കേസ് CC 48/2021 നമ്പറായി റീഫയൽ ചെയ്യുകയും ആ കേസ് ഇപ്പോഴും അവിടെ നിലവിലുള്ളതും 7/6/2024 ആ കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതുമാകും. സമാനമായ 2 കേസുകളിൽ കോയമ്പത്തൂർ കോടതി സരിതയെ ശിക്ഷിച്ചിട്ടുണ്ട്. CC 351/2010 നമ്പർ കേസിൽ ജുഡീഷ്യൽ ആർബിട്രേഷൻ കോടതി സരിതയെ 3 വർഷം കഠിന തടവിനും 10,000 രൂപ പിഴയും ചുമത്തി ശിക്ഷിച്ചിട്ടുള്ളതാകുന്നു. ഇൻ്റർനാഷണൽ കൺസൾട്ടൻസി ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് എന്ന പേരിൽ ICMS എന്ന പേരിൽ കോയമ്പത്തൂരിലെ വടവള്ളി മെയിൻ റോഡിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയും അവിടെ കാറ്റാടി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന
യന്ത്രം സപ്ലൈ ചെയ്യാം എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് കോയമ്പത്തൂർ സ്വദേശികളായ വെങ്കിട്ടരാമൻ, ത്യാഗരാജൻ, ഐസക് വിജു മാർട്ടിൻ എന്നീ 3 പേരിൽ നിന്ന് വെങ്കിട്ടരാമനിൽ നിന്ന് 1,80,000 രൂപയും ഈ ത്യാഗരാജനിൽ നിന്ന് 24 ലക്ഷം രൂപയും ഐസക് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് 55,000 രൂപയും വാങ്ങി അവരെ കബളിപ്പിച്ചു എന്നാരോപിച്ച് അവർ നൽകിയ കേസിലാണ് സരിതയെ ശിക്ഷിച്ചത്. അതുപോലെ തന്നെ അബൂബാജി ചാരിറ്റബിൾ മിഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന കോയമ്പത്തൂരിലെ ഒരു ട്രസ്റ്റിൻ്റെ കയ്യിൽ നിന്നും 5,57,000 രൂപ വാങ്ങി കബളിപ്പിച്ചു എന്നാരോപിച്ച് ഈ ട്രസ്റ്റ് നൽകിയ കേസിൽ സരിതയെ ആ കേസ് CC 134/2011 നമ്പറായി കോടതി വിചാരണ നടത്തുകയും 3 വർഷം കഠിന തടവിനും 10,000 രൂപ പിഴയും ചുമത്തി ശിക്ഷിച്ചു. ഈ കോയമ്പത്തൂരിലെ കോടതിയുടെ വിധിക്കെതിരെ സരിത അപ്പീൽ ബോധിപ്പിച്ചു. അഡീഷണൽ സെഷൻസ് കോടതി 5 കോയമ്പത്തൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകുകയും ഈ 2 അപ്പീലുകളും സെഷൻസ് കോടതി തള്ളുകയും ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ തട്ടിപ്പ് കേസുകളുടെ ഒരു പ്രളയം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായപ്പോൾ സരിത എസ് നായർ രാഷ്ട്രീയക്കാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിനെ മറ്റ് മറുവിഭാഗം രാഷ്ട്രീയക്കാർ പിന്താങ്ങുകയും പിന്തുണയ്ക്കുകയും ഇതൊരു രാഷ്ട്രീയ കോളിളക്കമായി പരിണമിക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു തന്ത്രമായി മാറുകയും ചെയ്തു. അപ്പോഴൊക്കെ ഈ പണം നഷ്ടമായ പാവങ്ങളുടെ അവസ്ഥയെക്കുറിച്ചോ തട്ടിപ്പിനിരയായ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിനെക്കുറിച്ചോ സമൂഹ മാധ്യമങ്ങളൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. രാഷ്ട്രീയ നേതൃത്വവും ശ്രദ്ധിച്ചില്ല. സരിത ഉയർത്തിയ ലൈംഗിക ആരോപണങ്ങളുടെ പിന്നാലെയായി മാധ്യമങ്ങളും ജനശ്രദ്ധയും. ശ്രീ PC ജോർജ്, ശ്രീ അടൂർ പ്രകാശ്, ശ്രീ KC വേണുഗോപാൽ, ശ്രീ ഹൈബി ഈഡൻ, ശ്രീ AP അബ്ദുള്ളക്കുട്ടി, ശ്രീ B ഗണേഷ് കുമാർ മുതൽ ശ്രീ ഉമ്മൻചാണ്ടി, ടെന്നി ജോപ്പൻ വരെയുള്ളവർക്കെതിരെ ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായി. എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ 2ാം വരവിനെ ഒരു പരിധിവരെ തടഞ്ഞത് ഈ സരിത ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ക്രൈംബ്രാഞ്ച് ആദ്യം അന്വേഷിക്കുകയും പിന്നീട് CBI അന്വേഷിക്കുകയും എന്നാൽ കുറ്റക്കാർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് CBI തിരുവനന്തപുരം CJM കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാകും. എന്നാൽ തങ്ങൾക്ക് ഈ ആരോപണങ്ങൾ മൂലം അപകീർത്തിയുണ്ടായി എന്നാരോപിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ KC വേണുഗോപാലും അപകീർത്തി കേസ് കൊടുക്കുകയുണ്ടായി. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഉമ്മൻചാണ്ടി നൽകിയ CC 206/2017 നമ്പർ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. അതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാൽ നൽകിയ CC 165/2017 നമ്പർ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ഉമ്മൻചാണ്ടി നൽകിയ കേസിൽ 1-ാം പ്രതി ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് എഡിറ്ററായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ MG ആണ്. 2-ാം പ്രതി വിനു വി ജോൺ, 3-ാം പ്രതി മനോജ് K വർമ്മ, 4-ാം പ്രതി AK രാജേന്ദ്രൻ, 5-ാം പ്രതി സരിത എസ് നായർ, 6-ാം പ്രതി ജോൺ ബ്രിട്ടാസ്, 7-ാം പ്രതി ജോഷി കുര്യൻ എന്നിവരാണ് ഉമ്മൻചാണ്ടിയുടെ കേസിലെ പ്രതികൾ. ആ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സ്റ്റേ ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ആ കേസ് 6/7/2024 ബഹുമാനപ്പെട്ട എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. KC വേണുഗോപാൽ നൽകിയ CC 165/2017 നമ്പർ കേസിൽ 1-ാം പ്രതി ഏഷ്യാനെറ്റ് ന്യൂസ്, 2-ാം പ്രതി രാധാകൃഷ്ണൻ MG, 3-ാം പ്രതി ജോഷി കുര്യൻ, 4-ാം പ്രതി മലയാളം
കമ്മ്യൂണിക്കേഷൻസ്, അതായത് കൈരളി TV, 5-ാം പ്രതി ജോൺ ബ്രിട്ടാസ്, 6-ാം പ്രതി NB രാജശേഖരൻ, 7-ാം പ്രതി സരിത S. നായർ എന്നിവരാണ്. ആ കേസും സ്റ്റേ ചെയ്തതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പെൻഡിങ്ങിലാണ്. ശ്രീ ഹൈബി ഈഡനെതിരെ സരിത 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി നോമിനേഷൻ നൽകിയിരുന്നു. എന്നാൽ അന്നത്തെ ഭരണാധികാരി ഈ സരിത നൽകിയ നോമിനേഷൻ തള്ളിക്കളഞ്ഞു. അതിനെതിരെ ആദ്യം സരിത ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെയും പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഹർജി സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ സരിത സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സിവിലായി 10-678/2020 നമ്പറായി ഹർജി ബോധിപ്പിച്ചു. ആ ഹർജി വിശദമായ വാദം കേട്ടതിന് ശേഷം സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ ശ്രീ വി. രാമസുബ്രഹ്മണ്യം, AS ബോപ്പണ്ണ, SA ബോബ്ഡെ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഈ സരിതയുടെ ഹർജി തള്ളിക്കളഞ്ഞു. സരിത ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ക്രിമിനൽ EMB 1572/2022 നമ്പറായി ഒരു ഹർജി ബോധിപ്പിച്ചു. ആ ഹർജിയിൽ ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട എറണാകുളം സെഷൻസ് കോടതി മുമ്പാകെ ഇപ്പോൾ നിലവിലുള്ള SC 610/2020 നമ്പർ കേസിൽ ഹർജിക്കാരി മജിസ്ട്രേറ്റ് മുമ്പാകെ ബോധിപ്പിച്ച രഹസ്യമൊഴിയുടെ പകർപ്പ് താൻ ആവശ്യപ്പെട്ടിട്ടും കിട്ടിയില്ല, കൊടുത്തില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം 10/8/2022 ബഹുമാന്യ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് സരിതയുടെ ഹർജി തള്ളി ഉത്തരവായി. ജനാധിപത്യത്തിൽ ഇരകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഭരണകൂടം കണ്ണും കാതും കൂർപ്പിച്ച് ഇരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ തട്ടിപ്പിനിരയായ ഇരകൾക്ക്, പണം നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് പണം തിരികെ കിട്ടിയോ എന്നുറപ്പുവരുത്തേണ്ടതും തട്ടിപ്പ് നടത്തിയ പ്രതികളെ നിയമാനുസരണം വിചാരണയ്ക്ക് വിധേയമാക്കിയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയുമാണ്. ആ ഉത്തരവാദിത്വം ഭരണകൂടം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എന്നാൽ ഉന്നത രാഷ്ട്രീയ ബന്ധവും ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാത്തതാണ് എന്നും ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പരാതിയുണ്ട്. ഭരണകൂടത്തെ ഒരു കാലത്ത് സഹായിച്ച പ്രതിയെ ഭരണകൂടം തിരിച്ചും സഹായിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. ഈ കേസ് ഇങ്ങനെ ഈ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ തന്നെയാണ് PC ജോർജിനെതിരെ CC 61/2023 നമ്പറായി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് 3-ാം നമ്പർ കോടതി മുമ്പാകെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തത്. ആ കേസിൽ PC ജോർജ് ജാമ്യത്തിലാണ്. ഭരണകൂടം ഇത്തരം പ്രതികളെ മാതൃകാപരമായി നീതിപീഠങ്ങൾക്ക് മുൻപാകെ കൊണ്ടുവന്ന് വിചാരണ നടത്തിയില്ല എങ്കിൽ ഇതിനു സമാനമായ പല കേസുകളും ഇതുമാതിരിയുള്ള പല പ്രതികളും ഇനിയും സമൂഹത്തിൽ വിഹരിക്കുന്നതിന് ഇടയാകുകയും അത് ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന ഒരു നടപടി ആയി മാറും എന്ന് മാത്രമേ പറയുവാനുള്ളൂ.